വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നീ 3 പേരും കൂടെയല്ല കറങ്ങുന്നത്. എൻ്റെ കെട്ടിയവൻ ചിറയൻകീഴ് ബസ് സ്റ്റോപ്പിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ആൾ തിരികെ വീട്ടിലേക്ക് പോയി. ഞാനും ആദ്യക്കുട്ടനും ബസ്സിലായിരുന്നു ഇന്നത്തെ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് കുഞ്ഞുമാടെ വീട്ടിലേക്കാണ്. അതിനുവേണ്ടി ഞങ്ങൾക്ക് 2 ബസ് കയറേണ്ടതായിട്ടുണ്ട്. ബസ്സൊക്കെ കയറി ലാലൂർക്കാവ് ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിക്കാനായി കുഞ്ഞുമാടെ ഇളയ പുത്രൻ എത്തിയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ്റെ മയിൽ വാഹനത്തിൽ ചാടി കയറി കുഞ്ഞുമാടെ വീട്ടിലേക്ക് വിട്ടു. ഇന്ന് നമ്മുടെ പരിപാടി കല്യാണത്തിനുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യുക എന്നതാണ്. കുഞ്ഞുമാടെ മൂത്ത പുത്രൻ്റെ കല്യാണമാണ് ഓഗസ്റ്റ് 18-ാം തീയതി. അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലത്തോട്ട് പോവുകയാണ്. ഞാൻ അവിടെ ചെന്നതും കുഞ്ഞുമായും എൻ്റെ കല്യാണ ചെക്കനും ഒക്കെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, ഒട്ടും താമസിച്ചില്ല, കാറിലേക്ക് കയറി യാത്ര തുടങ്ങി. ഇനി അല്പം മ്യൂസിക് ആയാലോ? ഇതിനിടയിലേക്ക് നമുക്ക് ഇനിയും ആളിനെ എടുക്കാനുണ്ട്. ആദ്യം നമ്മുടെ കല്യാണ പെണ്ണിനെ എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയത് ദേ ഈ നിൽക്കുന്നവളെ എടുക്കാനായിട്ടാണ്. ഇത് മറ്റാരുമല്ല, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പാണ്. കൂടപ്പിറപ്പും അതിൻ്റെ 2 കുരുപ്പുകളുമാണ് ആ നിൽക്കുന്നത്. അങ്ങനെ അവരെയും കാറിലേക്ക് കയറ്റി നമ്മൾ നേരെ പോയത് ഓരോ ഷേക്ക് അടിക്കാനായിരുന്നു. ഇത് കുടിച്ചതിന് ശേഷം തുണിക്കടയിലേക്ക് കയറാമെന്നതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ആരും ഒട്ടും കുറച്ചില്ല, ഓരോ ഷേക്കും ബർഗറും കൂടി അങ്ങ് അലക്കി. ഇതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് കൊല്ലത്തുള്ള MK ഫാബ്രിക്സിലേക്കാണ്. തുണിക്കടയിൽ കയറിയാൽ എൻ്റെ കൺട്രോൾ പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അധികം വായി നോക്കാൻ നിന്നില്ല. ആദ്യം തന്നെ കല്യാണ പെണ്ണിനിടാനുള്ള ലെഹങ്കയിൽ നിന്നാണ് തുടങ്ങിയത്. ഒരുപാട് കളക്ഷൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കണ്ണ് മഞ്ഞളിച്ചെങ്കിലും അധികം ലേറ്റാക്കാണ്ട് തന്നെ അവൾക്കുള്ളത് തിരഞ്ഞെടുത്തു. അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നേരം 4 മണിയായി. അതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അങ്ങനെ ഡ്രസ്സ് എടുപ്പ് കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള കടയിൽ തന്നെ പോയി. അവിടെ ചെന്നതും കഴിക്കാനുണ്ടായിരുന്ന ബിരിയാണി, ചോറ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പൊറോട്ടയും ഗ്രേവിയും കിട്ടി. അതും വാങ്ങി കഴിച്ച് വീണ്ടും ഡ്രസ്സ് എടുപ്പ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ചെറുക്കനും ഞങ്ങളുടെ കുട്ടിപ്പട്ടാളത്തിനും ഉള്ളതൊക്കെ നോക്കി. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ചെറിയ ഗ്രൂപ്പ് പിണങ്ങിയിട്ടുണ്ട്. അതിനെ എടുത്ത് കുറച്ച് നേരം കറങ്ങി കുറേ നേരം ഷോയൊക്കെ കാണിച്ച് ഒന്ന് സമാധാനിപ്പിച്ചെടുത്ത ശേഷം ബില്ലായിട്ടുണ്ട്. ബില്ലെല്ലാം ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫാൻസി ഐറ്റംസ് നോക്കുന്നതിന് വേണ്ടിയാണ്. എവിടെയാണേലും കണ്ണാടി കണ്ടാൽ പ്രാന്താവുമെന്നുള്ളത് കൊണ്ട് കുറച്ച് നേരം ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഷോയൊക്കെ കാണിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പോയത് കുറച്ച് പെർഫ്യൂംസും മറ്റ് സാധന ജംഗമ വസ്തുക്കളും വാങ്ങുന്നതിന് വേണ്ടിയാണ്. പിന്നെ പുതുപെണ്ണിന് ചെരുപ്പും വാങ്ങി ഓരോ ഷവർമയും കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.